പോയി പീഡിപ്പിച്ച കേസിൽ പ്രദേശവാസികളുടെ പങ്ക് അന്വേഷിക്കുമെന്ന് കാസർഗോഡ് SP പി ബിജോയ്. കുട്ടിയുടെ വീടും പരിസരവും അടുത്തറിയാവുന്ന ആളാകാം പ്രതിയെന്ന സംശയത്തിലാണ് പോലീസ്. പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. ഈ ഒഫൻസിൻ്റെ സീരിയസ്നെസ് കണക്കാക്കി ഒരു സ്പെഷ്യൽ ടീമാണ് ഇത് അന്വേഷിക്കുന്നത്. കാഞ്ഞങ്ങാട് DYSPയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് അന്വേഷിക്കുന്നത്. പല ആംഗിൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. അത് റിസൾട്ട്സ് കിട്ടുമ്പോൾ നമ്മൾ അറിയിക്കാം. ഇപ്പം നമ്മൾ കിഡ്നാപ്പിങ്ങും അതുപോലെ തന്നെ സെക്ഷൽ അസോൾട്ടിനുള്ള കേസെടുത്തു. അരുൺ പാടക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ്. അരുൺ, ഈ സംഭവം ഉണ്ടായി ഏതാണ്ട് 24 മണിക്കൂർ പിന്നിടുന്നു അല്ലേ? ആ സമയത്തും ഈ പ്രതിയെപ്പറ്റി ഒരു സൂചനയും ലഭിക്കുന്നില്ല പോലീസിന് എന്നാണ് നമ്മൾ കരുതേണ്ടത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരാളിലേക്ക് അല്ലെങ്കിൽ കുറച്ച് ആളുകളിലേക്ക് അന്വേഷണം എത്താൻ പറ്റുന്ന തരത്തിലുള്ള വിവരങ്ങൾ പോലും അന്വേഷണ സംഘത്തിന്റെ പക്കലില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? വിജയകുമാർ, ഇന്നലെ മുഴുവൻ തന്നെ പോലീസ് ഈ പ്രദേശത്തെ വലിയ തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ SP നേതൃത്വത്തിൽ, കാസർഗോഡ് SP പി ബിജോയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രത്യേക സംഘങ്ങളായൊക്കെ തെരച്ചിൽ നടത്തുന്നുണ്ട്. എന്നിരുന്നാലും ഈ പ്രതിയെക്കുറിച്ച് പോലീസിന് ഇതുവരെയും വലിയ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇന്നലെ ഇപ്പോൾ ഡോഗ് സ്ക്വാഡൊക്കെ വന്ന് പരിശോധിച്ചിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ആ പ്രദേശത്ത് തന്നെയാണ്. ആ പ്രദേശത്തെ ഈ വയൽ പ്രദേശത്ത് കൂടിയാണ് ഈ പോലീസ് നായ പ്രതിയുടെ മണം പിടിച്ച് ഓടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. പക്ഷേ പ്രതിയിലേക്ക് എത്തിപ്പെടാൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. അതിന് ഇവിടെ CCTV പോലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ വലിയ തോതിൽ ഇല്ല. അതുകൊണ്ട് പ്രതി CCTVയിൽ കുടുങ്ങാനോ അത്തരത്തിൽ CCTVകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്കോ ഉള്ള സാധ്യതകളൊന്നും തന്നെ ഇവിടെ ഇല്ല. എന്തായാലും പോലീസ് വലിയൊരു ടീമിനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനായി രൂപീകരിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് DYSP VV ലതീഷിനാണ് അന്വേഷണ ചുമതലയുള്ളത്. 4 DYSPമാർ ഈ സംഘത്തിലുണ്ട്. ബേക്കലിലെയും കാഞ്ഞങ്ങാട്ടെയും മുൻ DYSPമാർ 2 പേരുണ്ട്. ഒപ്പം ബേക്കൽ DYSPയും ഉണ്ട്. അങ്ങനെ 4 DYSPമാർ ഈ സംഘത്തിലുണ്ട്. കാസർഗോഡ് SP പി ബിജോയ് ആണ് ഈ അന്വേഷണത്തിനൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. മാത്രമല്ല നോർത്ത് സോൺ DIG തോംസൺ ജോസ് അദ്ദേഹം കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ചുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങളൊക്കെ തന്നെ ചേരുന്നുണ്ട്. പോലീസ് ജാഗ്രതയിലാണ്. ഒപ്പം നാട്ടുകാരും ഈ പോലീസ് സംഘത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഈ അന്വേഷണത്തിനുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ വീടുമായി ബന്ധപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ഈ നാടുമായി ഈ പ്രദേശത്തുള്ള ആളുകളോ ആയിരിക്കാം ഈ പ്രതി എന്നൊരു അനുമാനത്തിലാണ് പോലീസ് ഇപ്പോഴുമുള്ളത്. പ്രാഥമിക നിഗമനം അങ്ങനെ തന്നെയാണ്. കാരണം ഈ വീട്ടിൽ നിന്ന് എപ്പോഴാണ് ഈ കുട്ടി എവിടെയാണ് ഉണ്ടാവുക, ഈ കുട്ടിയുടെ മുത്തച്ഛൻ എന്ത് ചെയ്യുന്നു, മുത്തച്ഛി ആ സമയത്ത് വീട്ടിലില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞ ഒരാളാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നതെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രാഥമിക നിഗമനം അങ്ങനെയാണ്. എന്തായാലും പ്രദേശവാസികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തള്ളിക്കളയാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. കനത്ത ജാഗ്രതയിലാണ് ഇപ്പോൾ ഈ നാടുള്ളത്. വിജയകുമാർ, ഇതുവരെ കാര്യമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ കുട്ടിയുടെ വീടും പരിസരവും ഒക്കെ അടുത്തറിയാവുന്ന ആളാകാം പ്രതി എന്ന സംശയത്തിലാണ് പോലീസ്. മുഖംമൂടി ധരിച്ചിരുന്നത് കൊണ്ട് രേഖാചിത്രം തയ്യാറാക്കലൊക്കെ നടക്കാൻ അതൊന്നും ആ വഴിക്കൊന്നും തിരിയാൻ പോലീസിന് കഴിയുന്നില്ല. CCTVകളുള്ള മേഖലയല്ലാത്തത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 മണിക്കൂർ കഴിയുന്നു. കാര്യമായ സൂചനകളൊന്നുമില്ല. അരുൺ പാടക്കിലാണ് വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.